നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് PSC ബുള്ളറ്റിൻ വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പ് ഇന്ത്യൻ ഹിസ്റ്ററി പരിശീലന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ചോദ്യങ്ങളും അതിന്റെ കൂടെ റിലേറ്റഡ് ഫാക്ട്സും പറയുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. അത് ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ അപ്ഡേറ്റുകളും അതുപോലെ PSC ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻസും പോളും എല്ലാം അതിനകത്ത് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം. പോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം ഫ്രീ ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്തിട്ട് പോവാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് 5ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AO ഹ്യൂം ആണ്. AO ഹ്യൂം. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AO ഹ്യൂം ആണെങ്കിൽ INCയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. ഉമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? അത് AO ഹ്യൂം ആയിരുന്നു. സെക്രട്ടറി AO ഹ്യൂമും പ്രസിഡന്റ് WC ബാനർജിയുമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ ഒരു പേര് നിർദ്ദേശിച്ചത് ആരാ? ദാദാഭായ് നവറോജിയാണ് INCക്ക് ആ പേര് നിർദ്ദേശിച്ചത്. INC രൂപീകരിച്ച വർഷം PSC 1 മാർക്ക് ചോദ്യം 1885 ഡിസംബർ മാസം 28-നാണ് INC രൂപീകരിച്ചത്. INCയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു സിദ്ധാന്തം ഉണ്ടല്ലോ, ഒരു തിയറി ഉണ്ടല്ലോ. ആ തിയറി ഏതാ? സുരക്ഷാ വാൽവ് സിദ്ധാന്തം, സേഫ്റ്റി വാൽവ് തിയറി. ഇനി നമ്മുടെ ഓപ്ഷൻ ബി ഇല്ലേ, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികളുടെ നേതാവായിരുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ജിന്നയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇദ്ദേഹം ആരംഭിച്ച പ്രധാനപ്പെട്ട പത്രങ്ങളാണ് ദി നേഷൻ. PSC 1 മാർക്ക് ചോദ്യം. ദി നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ജ്ഞാനപ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഈ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആരാ? MG റാനഡെ. മഹാദേവ ഗോവിന്ദ റാനഡെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. INCയുടെ പ്രസിഡന്റ് ആയത് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന INCയുടെ പ്രസിഡന്റ് ആയ 1905 ബനാറസ് സമ്മേളനം. 1905 ബനാറസ് സമ്മേളനം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോഖലെയാണ്. വർഷം 1905. 1905 ആസ്ഥാനം എവിടെയായിരുന്നു? പൂനെയായിരുന്നു ആസ്ഥാനം. ഇനി ഈ ഗോപാലകൃഷ്ണ ഗോഖലെ വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചായിരുന്നു. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂളിന്റെ സ്ഥാപകൻ ആര്? ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂളിന്റെ സ്ഥാപകൻ ലാല ഹൻസ്രാജ്. ലാല ഹൻസ്രാജ്. ബംഗാളി പത്രമായ ഉദ്ബോധന ആരംഭിച്ചത് PSC 1 മാർക്ക് ചോദ്യം. ബംഗാളി പത്രമായ ഉദ്ബോധന ആരംഭിച്ചത് ആരാണ്? വിവേകാനന്ദനാണ് ബംഗാളി പത്രമായ ഉദ്ബോധന ആരംഭിച്ചത്. സ്വാമി വിവേകാനന്ദൻ എന്ന രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച് 1897. 1897 സ്വാമി വിവേകാനന്ദനാണ് ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസർ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സ്മരണാർത്ഥമാണ് ഇങ്ങനെ ഒരു മിഷൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം എന്ത്? PSC 1 മാർക്ക് ചോദ്യം. നരേന്ദ്രനാഥ് ദത്ത എന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ, ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക മത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തിരുന്നു. എന്നാ പങ്കെടുത്തെ? 1893 സെപ്റ്റംബർ മാസം 11-നാണ് ചിക്കാഗോയിൽ വെച്ച് ലോകമത സമ്മേളനം നടന്നത്. അതിൽ ആര് പങ്കെടുത്തിരുന്നു? വിവേകാനന്ദൻ പങ്കെടുത്തിരുന്നു. ഓർക്കുക. അടുത്ത ചോദ്യം, ഇനി ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ആസ്ഥാനം എവിടെയാ? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ബേലൂർ മഠം ആണ് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണ പരിഷ്കരണം ഏത് പേരിൽ അറിയപ്പെടുന്നു?
മിന്റോ മോർലി പരിഷ്കാരം, മിന്റോ മോർലി നിയമം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണ പരിഷ്കാരം മിന്റോ മോർലി നിയമം. PSC 1 മാർക്ക് ചോദ്യം. ഈ മിന്റോ മോർലി ഭരണ പരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി ഭരണ പരിഷ്കാരമാണ്. ഈ മിന്റോ മോർലി ഭരണ പരിഷ്കാരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി മിന്റോ ആയിരുന്നു, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ജോൺ മോർലി. അപ്പൊ മിന്റോയുടെയും ജോൺ മോർലിയുടെയും നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പരിഷ്കാരം നടപ്പിലാക്കിയത്. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലം അനുവദിച്ച മിന്റോ മോർലി പരിഷ്കാരം വർഗീയതയ്ക്ക് കാരണമായി. അപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾക്ക് ആദ്യമായി പ്രത്യേക മണ്ഡലം അനുവദിച്ച ഭരണ പരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണ പരിഷ്കാരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചത് ആര്? കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. ആരാ? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേല. ഇദ്ദേഹമാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്? 1928 നടന്ന ബർദോളി സമരത്തിന്റെ സമരനായകനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ട് തന്നെ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ ഒരു സത്യാഗ്രഹത്തെ തുടർന്ന്, ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഇദ്ദേഹത്തിന് സർദാർ എന്ന ബഹുമതി നൽകിയത്. ഇനി സർദാർ പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ചുക്കാൻ പിടിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി. സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാ? VP മേനോനാണ്. VP മേനോൻ. ഇനി സർദാർ പട്ടേലിന്റെ ജന്മദിനമാണ് ഒക്ടോബർ മാസം 31. ഈ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി, അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. ക്ലെമന്റ് ആറ്റ്ലി. നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ആര്? സരോജിനി നായിഡു ആണ് നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വാനമ്പാടി എന്ന സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ആരാ? ഗാന്ധിജിയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഭാരത കോകിലം എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് സരോജിനി നായിഡു. പിന്നെ സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം ഏതാണ്? കാൺപൂർ സമ്മേളനം 1925. അടുത്ത ചോദ്യം, രാഷ്ട്രീയ മഹിളാ സംഘം സ്ഥാപിച്ചത് ആരാണ്? രാഷ്ട്രീയ മഹിളാ സംഘം സ്ഥാപിച്ചത് ലതിക ഘോഷ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഏതു ഭാഷയിലാണ് ഗാന്ധിജി രചിച്ചത്? ഗുജറാത്തി ഭാഷയിലാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഗാന്ധിജി രചിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, അതാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ദ ബുക്ക് ഓഫ് ഗാന്ധി വിസ്ഡം, ഹിന്ദ് സ്വരാജ് ആൻഡ് അതർ റൈറ്റിംഗ്സ്, ദ വേർഡ്സ് ഓഫ് ഗാന്ധി, ദ എസെൻഷ്യൽ ഗാന്ധി, ദ വിറ്റ് ആൻഡ് വിസ്ഡം ഓഫ് ഗാന്ധി, ദ പെൻഗ്വിൻ ഗാന്ധി റീഡർ. ഇതൊക്കെ ആരുടെയാണ്? ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, അതാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ദ വേർഡ്സ് ഓഫ് ഗാന്ധി, ദ ബുക്ക് ഓഫ് ഗാന്ധി വിസ്ഡം, ഹിന്ദ് സ്വരാജ് ആൻഡ് അതർ റൈറ്റിംഗ്സ്, ദ എസെൻഷ്യൽ ഗാന്ധി, ദ വിറ്റ് ആൻഡ് വിസ്ഡം ഓഫ് ഗാന്ധി, ദ പെൻഗ്വിൻ ഗാന്ധി റീഡർ. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. കുറച്ച് മുന്നേ പറഞ്ഞതല്ലേ, ആരുടേതാണ് ഈ വാക്കുകൾ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, ബാലഗംഗാധര തിലകിന്റേതാണ്. അദ്ദേഹത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലഗംഗാധര തിലക്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇനി ഗാന്ധിജിയുടെ 1-2 കോട്സ് നോക്കാം.
ഗാന്ധിജിയുടെ ആദ്യത്തെ കോട്ട്: ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആയിരിക്കണം. ഇന്ത്യ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞതാരാ? ഗാന്ധിജി. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞതാരാണ്? ഗാന്ധിജി. അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് ദുഷിപ്പിക്കും. അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് ദുഷിപ്പിക്കും. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞതാരാ? ഗാന്ധിജിയാണ്. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആയിരിക്കണം. ഇന്ത്യ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം: പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് കോൺഗ്രസിൽ വെച്ചാ? പൂർണ്ണ സ്വരാജ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം. അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. നടന്ന വർഷം 1929. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാ? ജനറൽ ഡയർ ആണ്. ജനറൽ ഡയർ. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് ആദ്യം നടന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടന്നത് 1905-ലാണ്. അടുത്തതേ, കൺഫ്യൂഷൻ ഒഴിവാക്കാം. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ്. വർഷം പറയാവൂ? 1923. സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ C. രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ C. രാജഗോപാലാചാരി. ഇവിടെ നമ്മുടെ ചൈനീസ് വിപ്ലവം ഇല്ലേ, ഓപ്ഷൻ എ, നടന്നത് 1911-ലാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപവത്കരണം 1946. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്. അപ്പൊ ആദ്യം നടന്നത് ഏതാ? ബംഗാൾ വിഭജനം. അടുത്ത ചോദ്യം: കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? അത് ആനി ബസന്റ് ആണ്. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അല്ലേ? ഇന്ത്യക്കാരി ആയ എന്നല്ല ചോദ്യം. ആദ്യത്തേത് ആനി ബസന്റ്. ഇന്ത്യക്കാരി ആരാന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു. മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ജാട്ടുകളെ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർത്തിയെടുത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സൂരജ് മൽ. സൂരജ് മല്ലാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ജാട്ടുകളെ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർത്തിയെടുത്തത്. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാ? ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനെയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നും പിൻ തീയതി വെച്ച തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് മാസം 22. 1942 മാർച്ച് മാസം 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നേ? ലില്ലിത് ഗോ. ലില്ലിത് ഗോ ആയിരുന്നു. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാ? ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് 1942. 1942-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. ആ സമയത്തെയും വൈസ്രോയി ആരായിരുന്നു? ലില്ലിത് ഗോയാണ്. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ. C. ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അംഗമായിരുന്ന വ്യക്തി. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അംഗമായിരുന്ന വ്യക്തി ആര്? ഓപ്ഷൻ സി, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി. 1922 ഫെബ്രുവരി 5-ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം. ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം. ഈ സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. 1922 ഫെബ്രുവരി 5-നാണ് നടന്നത്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച നേതാവ് ആര്? നേരത്തെ പറഞ്ഞല്ലേ, ബാലഗംഗാധര തിലക്. ഇപ്രകാരം ദ ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകത്തിൽ ആരാ വിശേഷിപ്പിച്ചത്? വാലന്റൈൻ ഷിറോൾ എന്ന ചരിത്രകാരൻ, ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ബാലഗംഗാധര തിലകിനെ ഇപ്രകാരം വിശേഷിപ്പിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? റിലേറ്റഡ് ഫാക്ട് പറഞ്ഞതാണല്ലോ, ഗോപാലകൃഷ്ണ ഗോഖലെ. അതാണ് നമ്മൾ റിലേറ്റഡ് ഫാക്ട് പഠിക്കുമ്പോഴുള്ള ഗുണം. നമുക്ക് അടുത്ത ചോദ്യം കിട്ടും. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാ? ഇത് നേരത്തെ പറഞ്ഞതല്ലേ, ലാഹോർ സമ്മേളനം 1929. പൂർണ്ണ സ്വരാജ്, ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത ആൾ
ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത ആൾ ആരാ? ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ ഇവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് മാസം 23-ാം തീയതിയാണ്. ക്യാബിനറ്റ് മിഷന്റെ തലവനായിരുന്നത് പെത്വിക് ലോറൻസ്. പെത്വിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷന്റെ തലവനായിരുന്നത്. അപ്പൊ താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്തത് പ്രീവിയസ് ചോദ്യം കൂടിയാണ്. പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, മൗണ്ട് ബാറ്റൺ, AV അലക്സാണ്ടർ. ഈ ഓപ്ഷൻ തന്നെ ഓർത്തിരുന്നത്. മൗണ്ട് ബാറ്റൺ ആണ് അല്ലാത്തത്. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ പേര് ഓർക്കുക: പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? ഇത് നേരത്തെ പറഞ്ഞതാ. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. ഇനി ഇവിടെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത്. 14 തത്വങ്ങൾ ആരുടേതാ? മുഹമ്മദ് അലി ജിന്ന. നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു, അല്ലെങ്കിൽ തയ്യാറാക്കിയത് മോത്തിലാൽ നെഹ്റു. 11 ആവശ്യങ്ങൾ മഹാത്മാഗാന്ധിയുടേതാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തവും പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് അലി ജിന്ന. CR ഫോർമുല സി രാജഗോപാലാചാരി. അപ്പൊ നിങ്ങൾ നമ്മുടെ എല്ലാ ക്ലാസ്സും കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും കേട്ടോ. കാരണം ഞാൻ റിലേറ്റഡ് ഫാക്ടും കൂടി എല്ലാത്തിനും പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രയോജനപ്പെടും. പാകിസ്ഥാൻ എന്ന പദം റഹ്മത്ത് അലി. ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസ്. വിധിയുമായി ഉടമ്പടി പ്രസംഗം ജവഹർലാൽ നെഹ്റു, ഇതും പറഞ്ഞിട്ടുണ്ട്. ദില്ലി ചലോ സുഭാഷ് ചന്ദ്രബോസ്. ജൂൺ 3 പ്ലാൻ ഡിക്കി ബേർഡ് പ്ലാൻ, മൗണ്ട് ബാറ്റൺ പ്ലാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ജൂൺ 3 പ്ലാൻ മൗണ്ട് ബാറ്റൺ പ്രഭു. ദില്ലി ചലോ സുഭാഷ് ചന്ദ്രബോസ്. വിധിയുമായി ഉടമ്പടി പ്രസംഗം ജവഹർലാൽ നെഹ്റു. ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസ്. പാകിസ്ഥാൻ എന്ന പദം റഹ്മത്ത് അലി. CR ഫോർമുല സി രാജഗോപാലാചാരി. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുഹമ്മദ് അലി ജിന്ന. 11 ആവശ്യങ്ങൾ മഹാത്മാഗാന്ധി. നെഹ്റു റിപ്പോർട്ട് മോത്തിലാൽ നെഹ്റു. 14 തത്വങ്ങൾ മുഹമ്മദ് അലി ജിന്ന. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെ ആണ്. ബോംബെ. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിജിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആര്? കഴിഞ്ഞ ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് ആര്യ സമാജത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതി 1875-ലാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തത്? ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായത് 1858-ലെ വിക്ടോറിയ രാജ്ഞിയുടെ മഹത്തായ വിളംബരം. ഇന്ത്യയിൽ ദ്വിഭരണം അതായത് ഡയാർക്കി അവതരിപ്പിച്ച നിയമം ഏത്? ദ്വിഭരണം അവതരിപ്പിച്ച നിയമം 1919-ലെ നിയമമാണ്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്? സൈമൺ കമ്മീഷൻ 1927 നവംബറിലാണ് നിയമിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി 1942 ഓഗസ്റ്റ് മാസം 8-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ബോംബെയിൽ ചേർന്ന INCയുടെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. 1942 ഓഗസ്റ്റ് മാസം 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.